എല്ലാവർക്കും സ്വാഗതം. ഇംഗ്ലീഷ് എങ്ങനെ മലയാളത്തിലൂടെ പഠിക്കാമെന്ന നമ്മുടെ 35ാമത്തെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ആസ് വെൽ ആസ് എന്ന് പറയുന്ന ഒരു പ്രയോഗമാണ്. ആസ് വെൽ ആസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണഗതിയിൽ എല്ലാവരും വിചാരിച്ചിരിക്കുന്നത് ആൻഡ് എന്ന് പറയുന്ന വേർഡിന് പകരമാണ് ആസ് വെൽ ആസ് ഉപയോഗിക്കുന്നത് എന്നാണ് പലരും വിചാരിച്ചിരിക്കുന്നത്. പക്ഷേ അതിൽ ചെറിയൊരു മാറ്റമുണ്ട്. ആൻഡ് എന്ന് പറയുമ്പോൾ ഒരു നിശ്ചിത എണ്ണം കൂട്ടുന്നതിന്, അതായത് പേന പെൻസിൽ പുസ്തകം ബാഗ്, അപ്പോൾ പേന പെൻസിൽ പുസ്തകം ബാഗ് അതിൻ്റെ കൂടെ സ്ലേറ്റും കൂടെ ഒക്കെ വരുമ്പോൾ ആൻഡ് സ്ലേറ്റ് എന്ന് വയ്ക്കുക. അപ്പോൾ ആൻഡ് അങ്ങനെ എന്ന ഒരു എണ്ണം കൂടുതൽ കൂട്ടുന്നതിന് വേണ്ടിയിട്ടാണ് ആൻഡ് ഉപയോഗിക്കുക. എന്നാൽ ആസ് വെൽ ആസ് അങ്ങനെയല്ല ഉപയോഗിക്കുക. ആസ് വെൽ ആസ് ഉപയോഗിക്കുമ്പോൾ ഒരെണ്ണത്തിന് അല്പം കൂടി പ്രാധാന്യം കൂടും. അങ്ങനെയാണ് വരുന്നത്. നമുക്ക് നോക്കാം, ഉദാഹരണത്തിലേക്ക് കിടക്കാം. ആസ് വെൽ ആസിന്റെ അർത്ഥം അത് മാത്രമല്ല ഇതും കൂടിയും എന്നൊരു അർത്ഥമാണ് ആസ് വെൽ ആസിന് വരുന്നത്. ഐ ലൈക്ക് ടീ ആൻഡ് കോഫി. ഞാൻ ചായയും കാപ്പിയും ഇഷ്ടപ്പെടുന്നു. അതാണ് ആൻഡിന്റെ പ്രയോഗം. ഐ ലൈക്ക് ടീ ആൻഡ് കോഫി. അത് ആസ് വെൽ ആസ് ആണെങ്കിൽ ഐ ലൈക്ക് ടീ ആസ് വെൽ ആസ് കോഫി. ഐ ലൈക്ക് ടീ ആസ് വെൽ ആസ് കോഫി. ഞാൻ ചായ മാത്രമല്ല ഇഷ്ടപ്പെടുന്നത്, കാപ്പി കൂടിയും ഇഷ്ടപ്പെടുന്നുണ്ട്. ഞാൻ ചായ മാത്രമല്ല ഇഷ്ടപ്പെടുന്നത്, കാപ്പി കൂടിയും ഇഷ്ടപ്പെടുന്നുണ്ട്. അതാണ് ആസ് വെൽ ആസ്. അത് മാത്രമല്ല ഇതും കൂടിയും എന്നൊരു അർത്ഥം വരുന്നുണ്ട്. ഷീ സ്പീക്സ് ഹിന്ദി ആസ് വെൽ ആസ് ഇംഗ്ലീഷ്. അവൾ ഹിന്ദി മാത്രമല്ല ഇംഗ്ലീഷും സംസാരിക്കും. അവൾ ഹിന്ദി മാത്രമല്ല ഇംഗ്ലീഷും സംസാരിക്കും. ഹി വർക്ക്സ് ഇൻ കൊച്ചി ആസ് വെൽ ആസ് ബാംഗ്ലൂർ. അവൻ കൊച്ചിയിൽ മാത്രമല്ല ബാംഗ്ലൂരും ജോലി ചെയ്യുന്നു. അവൻ കൊച്ചിയിൽ മാത്രമല്ല ബാംഗ്ലൂരും ജോലി ചെയ്യുന്നു. We need money as well as time. ഞങ്ങൾക്ക് പണം മാത്രമല്ല ആവശ്യം, സമയം കൂടിയും വേണം എന്നാണ് അതിൻ്റെ അർത്ഥം വരുന്നത്. Take your bag as well as your phone. നിന്റെ ബാഗ് മാത്രമല്ല നിന്റെ ഫോണും കൂടി എടുക്കൂ. നിന്റെ ബാഗ് മാത്രമല്ല നിന്റെ ഫോണും കൂടി എടുക്കൂ. called him as well as mailed a message. അവനെ ഞാൻ വിളിക്കുക മാത്രമല്ല മെസ്സേജ് മെയിൽ ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. Give me water as well as juice. Give me water as well as juice. എനിക്ക് വെള്ളം മാത്രമല്ല ജ്യൂസ് കൂടി തരൂ. എനിക്ക് വെള്ളം മാത്രമല്ല ജ്യൂസും കൂടി തരൂ. ആസ് വെൽ ആസിന് ശരിക്ക് നിയമങ്ങൾ പറയുമ്പോൾ 5 നിയമങ്ങൾ വരുന്നുണ്ട്. അത് ഏതൊക്കെയാണെന്ന് നോക്കാം. പ്രധാനമായിട്ടും 5 നിയമങ്ങളാണ് ആസ് വെൽ ആസ് ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്. അത് ഏതാണെന്ന് ഒന്നുകൂടി നോക്കാം. സബ്ജക്റ്റ് പ്ലസ് വെർബ് പ്ലസ് അഗ്രിമെന്റ്. സബ്ജക്റ്റ് എന്താണോ, കർത്താവ് ഏതാണോ അതിൻ്റെ കൂടെ വെർബ് വരും. അതിൻ്റെ കൂടെ എന്താണ് കാര്യങ്ങൾ അതാണ് വരുന്നത്. My father as well as my mother is a doctor. ഇതിലെന്തോ തെറ്റുള്ള പോലെ തോന്നുന്നില്ലേ? My father as well as my mother is a doctor. എൻ്റെ അച്ഛനും അമ്മയും, അച്ഛൻ മാത്രമല്ല അമ്മയും ഡോക്ടർ ആണെന്നാണ് പറഞ്ഞത്. പക്ഷെ ഇതിൽ അച്ഛൻ വന്ന സബ്ജക്റ്റ് അമ്മയുണ്ട്. അപ്പോൾ ഈസ് ആണ് വരിക, ആറാണ് വരിക. മൈ ഫാദർ ആസ് വെൽ ആസ് മൈ മദർ ഈസ് എ ഡോക്ടർ. പിന്നെ ഒരാളല്ല, 2 ആളില്ലേ? അപ്പോൾ എങ്ങനെയാണ് എ വരിക? ഒന്ന് ആലോചിച്ച് നോക്കി. ഇത് തന്നെയാണ് നമ്മളിവിടെ പറയാൻ പോകുന്നത്. സബ്ജക്റ്റ് ആദ്യം വരുന്ന സബ്ജക്റ്റ് എ എന്ന് പറയുന്നത് ആസ് വെൽ ആസിന് മുന്നുള്ള എ. ആ സബ്ജക്റ്റ് ഏതാണോ ഏകവചനമാണെങ്കിൽ അതിൻ്റെ വെർബ് കാര്യങ്ങളാണ്, അതിൻ്റെ ആകുന്നു എന്ന കാര്യങ്ങളാണ് ഇതിൽ വരിക. മൈ ഫാദർ ആസ് വെൽ ആസ് മൈ മദർ ഈസ് എ ഡോക്ടർ എന്ന് വന്നത്. അപ്പോൾ ഉദാഹരണത്തിൻ്റെ സഹോദരന്മാരും അതുപോലെ തന്നെ ബന്ധുക്കളും
ഫുട്ബോൾ കളിക്കാരാണെന്ന് വരുമ്പോൾ എങ്ങനെ വരും? മൈ ബ്രദേഴ്സ് ആസ് വെൽ ആസ് മൈ റിലേറ്റീവ്സ് ആർ ഫുട്ബോൾ പ്ലെയേഴ്സ്. അപ്പോൾ ആദ്യം വന്നത് ബ്രദേഴ്സ് പ്ലൂരൽ ആയപ്പോൾ ഇവിടെയും ആറാണ് വന്നത്, അല്ലെങ്കിൽ ഈസ് ആയിരിക്കും വരിക. അപ്പോൾ ആസ് വെൽ ആസിൽ ആദ്യം എ ഭാഗം ആദ്യം വരുന്ന ആൾക്കാണ് പ്രാധാന്യം കൂടുതൽ, രണ്ടാമത് വരുന്നത് കൂടെ വരുന്നതാണ്. ആൻഡ് എന്ന് പറയുമ്പോൾ ഒരു നമ്പർ കൂട്ടി പറയാനുള്ളതാണ്, പക്ഷേ ആസ് വെൽ ആസ് എന്ന് പറയുമ്പോൾ അതിൻ്റെ പ്രാധാന്യം കൂട്ടുന്നതാണ്. ഐ ബോട്ട് എ പെൻ ആൻഡ് ബുക്ക്. ഞാനൊരു പേനയും പുസ്തകവും വാങ്ങി. ഐ ബോട്ട് എ പെൻ ആൻഡ് ബുക്ക്. ഇനി ഐ ബോട്ട് എ പെൻ ആസ് വെൽ ആസ് എ കോസ്റ്റ്ലി ബുക്ക്. ഐ ബോട്ട് എ പെൻ ആസ് വെൽ ആസ് എ കോസ്റ്റ്ലി ബുക്ക്. ഞാനൊരു പേനയും വിലപിടിപ്പുള്ള ഒരു പുസ്തകവും വാങ്ങി. ഞാനൊരു പേനയും വിലപിടിപ്പുള്ള ഒരു പുസ്തകവും വാങ്ങി. അപ്പോൾ ആസ് വെൽ ആസ് വന്നപ്പോൾ പേനയ്ക്ക് പ്രാധാന്യം വന്നില്ലേ, അത് കഴിഞ്ഞിട്ട് വിലപിടിപ്പുള്ള ഒരു പുസ്തകം വാങ്ങി എന്നാണ്. നേരത്തെ ഒരു പേനയും പുസ്തകം വാങ്ങി എന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇതിൽ വെർബ് ഫോം മാറില്ല. വെർബിൻ്റെ കൂടെ ing വരും, അല്ലെങ്കിൽ നൗണാണ് വരിക. വെർബ് ഫോം വരില്ല. വെർബ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്രിയയുടെ രൂപത്തിൻ്റെ കൂടെ ing വരും, അത് മാറ്റില്ല. അല്ലെങ്കിൽ അതിൻ്റെ പേരുകളായ കാര്യങ്ങളാണ് വരുന്നത് എന്നാണ് പറയുന്നത്. ഇനി ആസ് വെൽ ആസ് എഴുതുമ്പോൾ കോമ വേണം. ചെറിയ സെൻറ്റൻസ് ആണെങ്കിൽ കോമ വേണ്ട, ഇതിൽ വലിയ സെൻറ്റൻസ് ആണെങ്കിൽ കോമ വേണം. ഉദാഹരണം നോക്കാം. ഹി ഈസ് ടോൾ ആസ് വെൽ ആസ് സ്ട്രോങ്. ഇനി കോമ വരുമ്പോഴോ രമേഷ് ആസ് വെൽ ആസ് ഹിസ് 3 brothers ഈസ് കമ്മിങ്. രമേഷ് ആസ് വെൽ ആസ് ഹിസ് 3 brothers കണ്ടിട്ടൊരു കോമ ഈസ് കമ്മിങ്. രമേഷാണ് ആദ്യം വന്നത്, അതുകൊണ്ടാണ് ഈസ് വെച്ചത്. അല്ലെങ്കിൽ ബ്രദേഴ്സ് ആസ് വെൽ ആസ് രമേഷ് ആർ കമ്മിങ് വന്നേനെ. അപ്പോൾ കാര്യങ്ങൾ ഇന്നത്തെ ക്ലാസ് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ആസ് വെൽ ആസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൻഡിന് പകരം വയ്ക്കുന്നുണ്ടെങ്കിലും ഒന്നിന് പ്രാധാന്യം കൊടുക്കുന്നതാണ് ആസ് വെൽ ആസ്. നമ്മുടെ ചാനൽ മുന്നോട്ട് പോകുന്നുണ്ട്, സബ്സ്ക്രൈബേഴ്സ് കൂടുന്നുണ്ട്. കാണുന്നവർ ഇഷ്ടപ്പെടുന്നവർ മറ്റുള്ളവരോട് സബ്സ്ക്രൈബ് ചെയ്യാൻ പറയണം. അപ്പോൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം, നല്ലൊരു ദിനം നേരുന്നു. താങ്ക് യു.